ഇടുക്കിയിലെ കാട്ടാന അരിക്കൊമ്പനെ പിടികൂടുന്നത് പഠിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി നാളെ ചിന്നക്കനാലിൽ എത്തും. ആനശല്യം രൂക്ഷമായ 301 കോളനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് വിവരങ്ങൾ തേടും. അതേസമയം അരിക്കൊമ്പനെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സിംഗുകണ്ടത്ത് നാട്ടുകാർ നടത്തുന്ന സമരം തുടരുകയാണ്. തുളസി പ്രസാദ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. തുളസി, നിലവിൽ വലിയ തരത്തിൽ സമരം ഈ പ്രദേശങ്ങളിൽ, പ്രതിഷേധം ഈ പ്രദേശങ്ങളിൽ പുരോഗമിക്കുന്ന സാഹചര്യമാണുള്ളത്. അരിക്കൊമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രതികൂല വിധി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധം ഉയരുന്നത്. അതോടൊപ്പം ഈ വിദഗ്ധ സമിതിയുടെ സന്ദർശനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അതെ കമലേഷ്, ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയിലെ 5 അംഗ വിദഗ്ധ സമിതിയിലെ 4 സമിതി അംഗങ്ങളാണ് നാളെ ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിൽ സന്ദർശനം നടത്തുന്നത്. ഈ ഒരു വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനം. അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഹൈക്കോടതി തീരുമാനമെടുക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതീക്ഷ വയ്ക്കുന്നത്. നാളെ 4 അംഗ സംഘം ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കാട്ടാന ആക്രമണമുണ്ടായ മേഖലകളിലാണ് സന്ദർശനം നടത്തുക. ഇവിടെ കാട്ടാന ആക്രമണങ്ങളിൽ പരിക്കേറ്റവരും അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവരുടെയും വിവരങ്ങൾ ഇവർ ചോദിച്ചറിയും. ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക. ഈ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും ഹൈക്കോടതി വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു അതായത് അരിക്കൊമ്പനെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് സിംഗുകണ്ടത്ത് നടക്കുന്ന പ്രതിഷേധം ഇന്ന് 4ാം ദിവസവും രാപ്പകൽ സമരം തുടരുകയാണ്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും വീട് നഷ്ടപ്പെട്ടവരെയും സമരമുഖത്ത് എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് സമരസമിതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൂപ്പാറ മേഖലയിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ആ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട വാച്ചറുടെ കുടുംബാംഗങ്ങളും സമരസ്ഥലത്ത് എത്തിയിരുന്നു. സമരം ശക്തമാക്കാൻ തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകാനും കർഷക സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. അരിക്കൊമ്പൻ ആക്രമണം, അതായത് അരിക്കൊമ്പൻ കേസിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഈ കേസ് വേഗത്തിൽ പരിഗണിച്ചത് അന്വേഷിക്കണം. അതിലെന്തെങ്കിലും നിയമ വിധേയമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നാണ് ഈ ചീഫ് ജസ്റ്റിസ് നൽകിയ പരാതിയിൽ ഇവർ ആവശ്യപ്പെടാൻ തോന്നുന്നത്. അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് നേരിട്ട് വാദം കേൾക്കണമെന്നും അരിക്കൊമ്പൻ കേസിൽ ചീഫ് ജസ്റ്റിസ് നേരിട്ട് വാദം കേൾക്കണമെന്നുമാണ് 60ഓളം കർഷക സംഘടനകളാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ സമരങ്ങളും പ്രതിഷേധങ്ങളും വിദഗ്ധ സമിതിയുടെ സന്ദർശനവും ഒക്കെ നടക്കുമ്പോഴും ഈ ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിൽ നമ്മുടെ അരിക്കൊമ്പന്റെ വ്യവഹാരം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കുങ്കി ആനകളെ പാർപ്പിച്ചിരിക്കുന്ന കുങ്കിത്താവളത്തിൽ അരിക്കൊമ്പൻ എത്തുകയുണ്ടായി എന്നൊരു റിപ്പോർട്ട് കൂടെ വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കുങ്കിയാനകളുടെ അടുത്ത് അരിക്കൊമ്പൻ എത്തിയ സാഹചര്യത്തിൽ ആ ഭാഗങ്ങളിലും കുങ്കിത്താവളത്തിലും പരിശോധന ശക്തമാക്കാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. കമലേഷ്. തുളസി, ഇതിൽ പ്രധാനമായും ഈ കർഷക സംഘടനകളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ചത് കർഷകരുടെ ആശങ്കകൾ കൃത്യമായി മനസ്സിലാക്കാതെ, അവരുടെ പ്രയാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ വന്ന ഒരു വിധി എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ചിന്നക്കനാൽ അതുപോലെ ഈ ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അരിക്കൊമ്പനപ്പുറം പടയപ്പ അടക്കം ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ മേഖലയിൽ ആശങ്ക വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യം തന്നെയല്ലേ? അതെ, ഈ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ തന്നെ ചക്കക്കൊമ്പൻ സിംഗുകണ്ടം മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് അരിക്കൊമ്പൻ കുങ്കി ആനകളെ, അതായത് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് വീഴ്ത്താനും പിടിച്ചു കൊണ്ടുപോകാനും കൊണ്ടുവന്നിരിക്കുന്ന 4 കുങ്കി ആനകൾ, കുഞ്ചു, കോന്നി സുരേന്ദ്രൻ, അതുപോലെയുള്ള 4 ആനകളെ പാർപ്പിച്ചിരിക്കുന്ന കുങ്കിത്താവളത്തിൽ അരിക്കൊമ്പൻ എത്തുകയും ഇവരുടെ അടുത്ത് ഈ കുങ്കി ആനകളുടെ അടുത്ത് എത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷ ശക്തമാക്കാനാണ് നിലവിൽ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വാച്ചർമാരെയും കൂടുതൽ സുരക്ഷയും ആ ഭാഗങ്ങളിൽ ശക്തമാക്കണം.
കമലി സൂചിപ്പിച്ച പോലെ തന്നെ അരിക്കൊമ്പൻ അടക്കമുള്ള കാട്ടാനകളുടെ ആക്രമണം നേരിടുന്ന മേഖലകളാണ് ഇടുക്കി, വയനാട് പ്രദേശങ്ങൾ ഉൾപ്പെടെയും ഇത്തരത്തിൽ കാട്ടാന ആക്രമണം നേരിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ആക്രമണങ്ങൾ തുടരുമ്പോൾ ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ടതും സർക്കാരിന്റെ ആവശ്യമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയ റിപ്പോർട്ടിൽ അതായത് അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ ആരും മരണപ്പെട്ടതായി ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, വീടുകൾ ആക്രമിച്ചിട്ടുണ്ട്. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഔദ്യോഗികമായിട്ടൊന്നും ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. റൈറ്റ്. ഇടുക്കിയിലെ കാട്ടാന അരിക്കൊമ്പനെ പിടികൂടുന്നത് പഠിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി നാളെ ചിന്നക്കനാലിൽ എത്തുകയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ഇവിടെ പ്രതിഷേധിക്കുന്ന നാട്ടുകാരും കർഷകരും അടക്കമുള്ള ആളുകൾ ഈ വിദഗ്ധ സമിതിയുടെ സന്ദർശനത്തെ കാണുന്നത്. ആനശല്യം രൂക്ഷമായ 301 കോളനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് വിവരങ്ങൾ തേടി ഈ സംഘം ഹൈക്കോടതിയെ അറിയിക്കും. തുളസി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകി.